സാർ, ഇന്നലെ ഓർഡർ ചെയ്തിരുന്ന ഹാരം. അമ്പലത്തിൽ ഞാനും ഉണ്ടാവും മുഹൂർത്തത്തിന്. സിന്ധു, ആഹാ, നീ ഇന്ന് ഇത്ര വേഗം ഉണർന്നു? ഉണർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ. ഇതാ ഹാരം. മാല സൂക്ഷിച്ചോളൂ. എനിക്കിന്ന് കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം. വേഗം റെഡിയായിക്കോളൂ. പുലരുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തണം. കിഴവന്റെ കല്യാണമല്ലേ, അധികം പേര് കാണണ്ട. സിന്ധു, 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 സിന്ധു. ഇന്ന് നിന്റെ വിവാഹമാണെന്ന് എനിക്കറിയാം സിന്ധു. നിനക്ക് മംഗളം നേരാൻ വന്നതാണ് ഞാൻ. അതിനു മുൻപ് ഒരു സത്യം കൂടെ നിന്നെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഞാൻ പോയത് മടങ്ങി വരാതിരിക്കാനായിരുന്നില്ല. വിധി എന്നെ വഞ്ചിച്ചു. ബുദ്ധിഭ്രമം പിടിച്ച് നടന്നിരുന്ന എന്റെ മേൽ ഒരു ചരക്ക് ലോറി കയറിയിറങ്ങി. അതെ സിന്ധു, നിർഭാഗ്യവാനായതുകൊണ്ട് ഞാൻ മരിച്ചില്ല. എന്നിട്ട് ആഴ്ചകളോളം എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണപ്പോൾ അനങ്ങാനും കഴിയുമായിരുന്നില്ല. പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ശരീരവുമായി ഞാൻ മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്റെ വിവരം അറിയിച്ചില്ല? അറിയിച്ചില്ല, കാരണം നീ മേനോന്റെ ഭാര്യയായി കഴിയുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ വാർത്ത. ഇല്ല, ഇല്ല, നുണ, പച്ചക്കള്ളം. ഒടുവിൽ ആശുപത്രി വിട്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി ഓടിയെത്തിയത് മേനോന്റെ ബംഗ്ലാവ് പഠിക്കലേക്കായിരുന്നു. കയറി എന്നെ കാണാമായിരുന്നില്ലേ? അവിടെ എത്തിയപ്പോൾ ഞാനും മനസ്സിലാക്കിയത് അത് തന്നെയായിരുന്നു. നീ എന്ത് മനസ്സിലാക്കി? നീ മേനോന്റെ ഭാര്യയാണെന്ന്. അല്ല, പെപ്പാട്ടിയാണെന്ന് അല്ലേ? നീ എന്നും ഇങ്ങനെയായിരുന്നു, ആയിരിക്കുകയും ചെയ്യും. ഇതിനെല്ലാം കാരണവും അത് തന്നെ. നിന്റെ മനസ്സ്, ഇടുങ്ങിയ നിന്റെ മനസ്സ്. ശരിയാണ് സിന്ധു, എന്റെ മനസ്സ് എന്നും ഇടുങ്ങിയതായിരുന്നു. സ്വയം ശ്രമിച്ചിട്ടും വലുതാക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ മനസ്സ്. പക്ഷേ ആ മനസ്സ് നിറച്ച് വിതമ്പി നിൽക്കുന്ന സ്നേഹമായിരുന്നു സിന്ധു. കാത്തിരുന്നു, ആശ നശിച്ചു. ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലാതായി. കരുണയും സ്നേഹവുമുള്ള ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാനല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതായി. ഞാൻ മനസ്സിലാക്കുന്നു സിന്ധു, എല്ലാം വിധിയാണ്. എന്റെ, നമ്മളുടെ. ഞാൻ എന്നും ഏകനായിരുന്നു. ജീവിതത്തിൽ ഒരല്പനേരത്തേക്കൊരു തണലുണ്ടായി. നീ അത് നഷ്ടപ്പെടുത്തിയതും
ഞാൻ തന്നെ. എന്റെ മാത്രം തെറ്റാണ്. ഇല്ല. നിന്റെ വിവാഹം കാണാൻ എനിക്ക് മോഹമുണ്ട് സിന്ധു. പക്ഷേ ശക്തിയില്ല. വരട്ടെ, ഞാൻ വരട്ടെ സിന്ധു. ഓർക്കുക, വല്ലപ്പോഴും. ദിലീപ്, എങ്ങോട്ട് പോകുന്നു? ഇങ്ങടുത്ത് വരൂ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനാണ് ഞാൻ. അറിയാതെയും ഒരു തെറ്റും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിന് ഞാൻ കളമൊരുക്കുകയായിരുന്നു. ദൈവം എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. ആ മാല നിങ്ങൾക്കുള്ളതാണ്. കരയാതെ സിന്ധു. എന്തിനു കരയുന്ന കുട്ടി? ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് കരയാവേണ്ടേ? ഞാനും നീയും ദിലീപും ആഗ്രഹിച്ച ഈ നല്ല കാര്യം. സാർ, ഞാൻ അനാഥനായ ഞാൻ. വേണ്ട സാർ. വേണം. ഇനി ദിലീപ് അനാഥനല്ല. നിങ്ങൾക്ക് ഞാനുണ്ട്. എനിക്കുള്ളതെല്ലാം ഇനി നിങ്ങളുടേതാണ്. എന്റെ ചുറ്റുമുള്ളവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും എന്നാലാകുന്നത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് മാത്രം സാധിക്കാതെ പോകുമെന്ന് സാരമില്ല, സാധിച്ചല്ലോ. ഒരാളുടെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാമേട്ടന് കാശിക്ക് പോകണമെന്നായിരുന്നു മോഹം. ഞാൻ കാരണം അത് നിറവേറാതെ അദ്ദേഹം മരിച്ചു. ഇന്ന് നിങ്ങളുടെ കല്യാണം, അത് കഴിഞ്ഞാൽ നേരെ കാശിക്ക്. രാമേട്ടന്റെ ചിതാഭസ്മം ഗംഗയിലൊഴുക്കാൻ. അതോടെ എല്ലാം പൂർത്തിയാകും. ആൻഡ് ഐ വിൽ ബി ദി ഹാപ്പിയസ്റ്റ് മാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാകും ഞാൻ.